ആയിട്ടുള്ള ഈ ശാന്തതയിൽ പോയി ആത്മസ്വരൂപികളായിട്ട് മാത്രം മാറിയതിനു ശേഷം പക്ഷെ പിന്നീട് ഇങ്ങനെ തിരിച്ചു വരണം എന്നൊരു ധാരണ തോന്നാറുണ്ട്, വീണ്ടും ഒരു ജന്മം എടുക്കാനായിട്ട് വരുന്നത്. അതൊക്കെ ആ വഴിയിലുള്ള യാത്രകളിൽ ഈ ദേവതാലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ ശാസ്ത്ര ദൃഷ്ട്യാ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് പോകുന്നത് ഒരു അല്ല, നമ്മൾ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിനകത്തേക്ക് ലയം പ്രാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവം ഇല്ല, പിന്നെ ആള് രണ്ടാമത് വരുന്നു എന്ന് പറയുന്ന ഒരു ഭാവം ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഈ ഉണ്ടാകുന്ന ഈ സിദ്ധികളുടെ ലോകങ്ങളെല്ലാം നിങ്ങൾ സർക്കസിൽ കത്തിയേർ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഏത് സിദ്ധിയും കിട്ടും. അത് സാധനാപന്ഥിയിലുള്ള ഏറ്റവും വലിയ തടസ്സവും സിദ്ധികളാണ്. സാധനാപന്ഥികൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുക സിദ്ധികളാണ്. ആ സിദ്ധികളിൽ നിങ്ങളെ കുടുക്കിയിടുക എന്നുള്ളതാണ് ഈ ദേവതാ ലോകത്തെ മായയിലെ ഏറ്റവും വലിയ ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് മരിക്കാം, വീണ്ടും വരാം.